പാലക്കാടിന്റെ തെരുവോരങ്ങളിൽ നിന്റെ മുഖത്തേക്ക് അടികിട്ടിയ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ബിജെപിയുടെ പാലക്കാടിന്റെ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഈ പറയപ്പെട്ട മേരി ടീച്ചറുടെ പുന്നാര മോന് തന്റെ ഇടമുണ്ടോ? CPM-ന്റെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സഖാക്കൾക്ക് തന്റെ ഇടമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പണ്ട് കൊച്ചി രാജാവിനെ പോലെ കൊച്ചി മഹാരാജാസ് കോളേജിൽ പഠിച്ച് ബിലാലിന്റെ ചിറകിലേറി കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ബിലാൽ ചിറകിലിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടന്ന് ഒരു രാത്രിയിൽ ബിലാൽ ഇങ്ങനെ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. സുരക്ഷിതമായ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ ബിലാൽ എന്ത് ചെയ്യും? ആ ചിറകൊന്ന് ഉയർത്തി കാണിക്കും. ബിലാൽ ചിറക് ഉയർത്തി കാണിക്കുമ്പോ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഉയർത്തി തലനോക്കും. അപ്പൊ സുരക്ഷിതമായ സ്ഥലം കാണുമ്പോ ഈ കുഞ്ഞുങ്ങളെ വിചാരം ഇതാണ് വലിയ ലോകം എന്ന് വിചാരിച്ചുകൊണ്ട് ബിലാലിനെതിരെ പ്രസംഗിക്കാൻ വേണ്ടി, ബിലാലിന്റെ കയ്യും കാലം വെട്ടാൻ വേണ്ടി മണ്ണാർക്കാട്ടിൽ ഗീർവാണം പ്രസംഗം നടത്തി. അതവരുടെ കുടുംബ വിഷയം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഈ ബിലാലിനെ വെട്ടാൻ വേണ്ടി വാളയാർ പരമശിവുമായി പാലക്കാട് കൊമ്പ് കോർത്തു. ഇങ്ങനെ വാളയാർ പരമശിവുമായി കൂട്ടുകൂടി ബിലാലിനെ വെട്ടാൻ വേണ്ടി മണ്ണാർക്കാട് കയ്യും കാലം വെട്ടുന്നൊക്കെ പറഞ്ഞ് ഗീർവാണ പ്രസംഗം നടത്തിയ മഹാൻ മണലടി വന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പാതി അഭ്യാസവുമായി എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ട്. ഒന്ന് ഈ മഹാനോട് ഞങ്ങൾ വ്യക്തമായി പറയാം, ഇത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. പുന്നാര ബിലാലിനെ വെല്ലുവിളിച്ച മഹാനെ, നീ ബിലാലിനെ വെല്ലുവിളിച്ച മേരി ടീച്ചറുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ ഇങ്ങനെ പറഞ്ഞു നടന്നല്ലോ. മേരി ടീച്ചറുടെ മകനാണ് ഞാന്, ഞങ്ങൾക്ക് വേറെ മക്കളുണ്ട്. ഈ മേരി ടീച്ചറുടെ മക്കൾക്ക് പാലക്കാട് ഒരു RSS-കാരന്റെ മുമ്പിൽ പട്ടിയെ തല്ലണ പോലെ തച്ചപ്പോ എന്താ മേരി ടീച്ചർക്ക് മക്കൾ ഉണ്ടായില്ലേ? എന്താ മേരി ടീച്ചർക്ക് എന്താ മക്കൾ എന്താ കണ്ണിപ്പിപ്പോയോ? മണ്ണാർക്കാട് വന്ന് ബിലാലിന്റെ സ്വന്തം കുടുംബകാരത്തിന് വേണ്ടി കയ്യും വെട്ടും കാലും വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഗീർവാണ പ്രസംഗം നടത്തുന്ന ഈ മഹാന് പാലക്കാട് പോയി ഒരു RSS-കാരന്റെ കയ്യിൽ നിന്ന് മുഖത്തേക്ക് അടി വാങ്ങുമ്പോ, അതും ചാനലുകാരൻ നിന്ന് അടി വാങ്ങുമ്പോ ഈ മഹാൻ എന്താ മേരി ടീച്ചറെ മക്കളാന്നൊക്കെ പറയുമ്പോ ആ മേരി ടീച്ചറെ മക്കളെന്ന് കൈവരൽ അനക്കാൻ വേണ്ടി തയ്യാറായോ? നിങ്ങൾ പറ, ഇവരെന്താണ് തയ്യാറാവൂല എന്റെ പ്രിയപ്പെട്ടവരെ? കാരണം തയ്യാറാവാത്തതിന്റെ കാരണം ഇവരൊരു കുടുംബത്തിലെ ഇരട്ടപ്പറ്റ മക്കളാണ്. ഈ പറയപ്പെട്ട RSS-ന്റെ അടി കൊടുത്തവനും അടി വാങ്ങിയവനും. ഇയാള് കൊച്ചിയിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് പോകാതെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. പരീക്ഷ എഴുതിയിട്ടില്ല, റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഇയാൾ അഭ്യാസമാണ് പറയുന്നത്. ഇയാൾ അഭ്യാസം എന്താ നാട്ടിൽ അറിയണല്ലോ. റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോ PM മാർഷോ എന്ന് പറയുന്ന വ്യക്തി പാസ്സായിട്ടുണ്ട്. പരീക്ഷ എഴുതാതെ പാസ്സായ ലോകത്തിലെ ഏക വ്യക്തിയാണ് SFIയുടെ മുൻകാല സംസ്ഥാന സെക്രട്ടറി PM മാർഷോ എന്ന് പറയുന്നത്. കേസായി. മാർഷോ നേരെ പറഞ്ഞെന്തറിയോ? ഞാൻ അറിഞ്ഞിട്ടില്ല, ഇന്ന ഗൂഢാലോചന കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന്. സ്വന്തം സുഹൃത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റ് തിരുത്തിയ വിരുദ്ധനാണ്. ആ ആഭാസം ഞങ്ങളുടെ കയ്യിലില്ല. മുസ്ലിം ലീഗിന്റെ ആഭാസം, മുസ്ലിം ലീഗിന്റെ അഭ്യാസം എന്താ? മുസ്ലിം ലീഗിന്റെ മുഴുവൻ അഭ്യാസങ്ങൾ പഠിപ്പിക്കണ്ട, മുസ്ലിം ലീഗിന്റെ പാതി അഭ്യാസങ്ങൾ പറഞ്ഞുതരാം. ഈ കേരളത്തിലെ കേരളപ്പിറവിക്ക് ശേഷം വിദ്യാഭ്യാസത്തിൽ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും ഇലക്ഷനിൽ ഇങ്ങനെ AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ പ്രചരണം നടത്തിയല്ലോ. ടെക്നോളജി എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നതിന് മുമ്പ് ഒരു സർവകലാശാല, കുസാറ്റ് എന്ന് പറയുന്ന സർവകലാശാല കേരളത്തിൽ കൊണ്ടുവന്നത് പ്രിയപ്പെട്ട CH-ന്റെ നേതൃത്വത്തിലാണ്. 1992 കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട K. കരുണാകരൻ മുഖ്യമന്ത്രിയാകുന്ന കാലഘട്ടത്തിൽ, പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി വ്യവസായ IT മന്ത്രിയാവുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഈ ജനസേവനങ്ങൾക്ക് പോകുന്ന അക്ഷയ സെന്റർ ഉണ്ടല്ലോ, ആദ്യമായി കൊണ്ടുവന്നത് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് IT വ്യവസായ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അക്ഷയ കൊണ്ടുവന്നത്. പ്രിയപ്പെട്ട IT പാർക്കുകള്, സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നത് മുസ്ലിം ലീഗിന്റെ കാലഘട്ടത്തിലാണ്. നിങ്ങൾ പറയുന്ന എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നത് മുസ്ലിം ലീഗിന്റെ കാലഘട്ടത്തിലാണ്. മുസ്ലിം ലീഗിന്റെ അഭ്യാസമൊന്നും നിങ്ങൾ പഠിപ്പിക്കണ്ട. മുസ്ലിം ലീഗിന്റെ അഭ്യാസം കൊണ്ട് പറയാൻ നിങ്ങൾ വെല്ലുവിളിക്ക്. മുസ്ലിം ലീഗിന്റെ അഭ്യാസവുമായി മുഖാമുഖം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. വെല്ലുവിളിക്കാൻ ഈ പറയപ്പെട്ട മഹാനെ മണലടി സെന്ററിലേക്ക് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ അഭ്യാസവുമായി നിങ്ങൾ താരതമ്യം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ അഭ്യാസം ഞങ്ങൾ പറയാം. RCC എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് CH സെന്റർ ഉണ്ട്, കോഴിക്കോട് CH സെന്റർ ഉണ്ട്, മണ്ണാർക്കാട് CH സെന്റർ ഉണ്ട്. നിലാലംബരായി ക്യാൻസർ ബാധിച്ച പാവപ്പെട്ട മനുഷ്യരെ നോക്കുന്ന
പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ ഞങ്ങൾക്കുണ്ട്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ചീറിപ്പായുന്ന പാണക്കാട് ശിഹാബ് തങ്ങളുടെ നേതൃനാമധേയത്തിലുള്ള ആംബുലൻസ് ഞങ്ങൾക്കുണ്ട്. ബൈത്തുറഹ്മ 10,000 ബൈത്തുറഹ്മ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ അഭ്യാസം പഠിച്ചതിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടുകളിൽ പാലക്കാട് ശിഹാബ് തങ്ങളുടെ പേരിൽ റിലീഫ് സെന്ററുകളുണ്ട്. ഞങ്ങളുടെ അഭ്യാസം ഞങ്ങളെ പഠിപ്പിച്ചെന്ന പൂർവികർ ഇതാണോ? നിങ്ങളെ പോലെ മാർക്ക് പരീക്ഷ എഴുതാതെ മാർക്ക് തേടി PSCയിൽ കയറി നാട്ടുകാരുടെ നെഞ്ചത്ത് കയറല്ല ഞങ്ങളുടെ അഭ്യാസം. പിന്നെ ഒന്ന് പറയാം, മേരി ടീച്ചറുടെ പുന്നാര മോനെ, ഒന്ന് കാര്യം ഞങ്ങൾ തീർത്ത് പറയാം. ഇനി ഒരു തവണ കൂടി നീ ഈ മണലടിയിൽ വന്ന് ആണത്തത്തോടു കൂടി ഞങ്ങളുടെ നേരെ വന്നാൽ ഒന്നുറപ്പിച്ചോ, ഐക്യജനാധിപത്യ മുന്നണി നേരെ നിന്ന് തന്റെ ഇടത്തോടുകൂടി ഒരു സംവാദത്തിന് തയ്യാറാണെന്ന് ഈ ജനസമൂഹത്തെ സാക്ഷി നിർത്തി വെല്ലുവിളിക്കുക. പാലക്കാടിന്റെ തെരുവോരങ്ങളിൽ നിന്റെ മുഖത്തേക്ക് അടികിട്ടിയ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന BJPയുടെ പാലക്കാടിന്റെ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഈ പറയപ്പെട്ട മേരി ടീച്ചറുടെ പുന്നാര മോന് തന്റെ ഇടമുണ്ടോ? CPMന്റെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സഖാക്കൾക്ക് തന്റെ ഇടമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തന്റെ ഇടം കാണൂല. എന്താ കാരണം എന്നറിയോ? ഒന്നും കൂടെ സൂചിപ്പിക്കാം. മണ്ണാർക്കാട് നഗരസഭയിൽ ഇവരെ ബന്ധം സൂചിപ്പിക്കാം. CJP കൂട്ടുകെട്ടാണ്. പ്രിയപ്പെട്ട ജഹീഫ് അറിയാം, മേലാമൂരിലൊക്കെ ഉണ്ടായത്. ഇവര് CJP കൂട്ടുകെട്ട. കുന്തിപ്പുഴ 1-ാം വാർഡിൽ ഇവർ കിട്ടിയ വോട്ടാണ് ഒരു വോട്ട്. എപ്പോഴാ പ്രഖ്യാപിക്കുന്നത് അറിയോ? ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ടാണ് ഇവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 24-ാം വാർഡിലെ സ്ഥാനാർത്ഥി റിസൾട്ട് അറിയുന്ന സമയത്ത്, റിസൾട്ട് വരുന്നവരെ CPMന്റെ ഔദ്യോഗിക ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മത്സരിച്ച് തോറ്റു റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ പള്ളിക്കുറുപ്പിലെ BJP സ്ഥാനാർത്ഥിയോടൊപ്പം ആഹ്ലാദം പങ്കിടുക. ഇവരെ CJP കൂട്ടുകെട്ട് കൂടുന്ന ഇവരെങ്ങനെയാണ് BJPക്കെതിരെ പറയാം? അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഈ പറയപ്പെട്ട ഈ മഹാന് ഇവിടെ വെച്ചുകൊണ്ട് നേരത്തെ MLA സൂചിപ്പിച്ച പോലെ ഈ വെല്ലുവിളികളൊക്കെ ഇവിടെ നിർത്തിക്കൊള്ളണം. ആശയം ആശയപരമായും രാഷ്ട്രീയം രാഷ്ട്രീയപരമായും നേരിടാനുള്ള തന്റെ മണ്ണാർക്കാട് ഉണ്ടാവണം. ആ മണ്ണാർക്കാട് ഉണ്ടാവേണ്ടതിന്റെ ഒരു സൂചനയാണ് മണ്ണാർക്കാടിന്റെ ജനങ്ങൾ കാണിച്ചു തന്നത്. സാധാരണക്കാർക്ക് പലിശരഹിത വായ്പാ പദ്ധതികളുമായി ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ധനകാര്യ സ്ഥാപനങ്ങൾ പലതുമുണ്ടാകാം. എന്നാൽ ₹1 പോലും പലിശ ഈടാക്കാതെ സ്വർണ്ണ വായ്പ നൽകുന്ന സ്ഥാപനം ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് മാത്രമല്ല ഗ്രൂപ്പ് ലോൺ, സേവിംഗ് അക്കൌണ്ട്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഡിജിറ്റൽ EMI, RD, ബിസിനസ് ലോൺ തുടങ്ങി വിവിധ സ്കീമുകളും ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവിലൂടെ ലഭിക്കുന്നു. ഇത്തിരി പൊന്നിന് ഒത്തിരി മൂല്യം എന്ന ആപ്തവാക്യവുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിത കരങ്ങളിലാണെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 9446589554 9446589545 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.